ഹലോ, വെൽക്കം ടു റിലീവ് ദ മൈൻഡ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോകൾ ഇട്ടിട്ടില്ല. അപ്പോൾ എന്താണ് വീഡിയോകൾ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചിക്കൻ ബോക്സ് പിടിപെട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർമുഡ ട്രയാങ്കിളിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് അനന്തവും അഗാധവുമായ ഒരു ജല സാമ്രാജ്യമാണ്. സൂര്യപ്രകാശം പോലും എത്താത്ത ആഴങ്ങളിൽ കോടിക്കണക്കിന് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സമുദ്രത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം ലോകത്തെ എന്നും ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫ്ലോറിഡയുടെ തീരത്ത് നിന്നും വടക്ക് ബർമുഡ ദ്വീപിലേക്കും അവിടെ നിന്ന് തെക്ക് പ്യൂട്ടോ റിക്കോയിലേക്കും നീളുന്ന ആ അദൃശ്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് ഈ ബർമുഡ ട്രയാങ്കിൾ. ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഈ പ്രദേശം കേവലം ഒരു കടൽ ഭാഗമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായിട്ട് നാവികരെയും ശാസ്ത്രജ്ഞരെയും വഴിതെറ്റിക്കുന്ന ഒരു മായ വലയം എന്ന് തന്നെ പറയാം. ഇതിനെ നാവികർ പിശാചിന്റെ ത്രികോണം എന്നാണ് വിളിക്കുന്നത്. ഓരോ തവണയും ഒരു വിമാനമോ കപ്പലോ അവിടെ അപ്രത്യക്ഷമാകുമ്പോൾ സമുദ്രം അതിൻ്റെ ഒരു രഹസ്യം കൂടി മുറുകെ പിടിക്കുകയായിരുന്നു. വർഷം 1492 സ്പെയിനിൽ നിന്ന് പുതിയ ലോകം തേടിയിറങ്ങിയ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ 3 കപ്പലുകൾ, അതായത് സാന്റാ മരിയ, പിൻഡ, നീന ഈ മേഖലയിലേക്ക് പ്രവേശിച്ചു. ലോകം ആധുനികമാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ആ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ ഇന്നും വിശ്വസിക്കാൻ പ്രയാസമാണ്. കൊളംബസിന്റെ ഡയറിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ആ രാത്രി ഇങ്ങനെയായിരുന്നു. ആകാശം പെട്ടെന്ന് ഇരുണ്ടു. കടൽ വെള്ളത്തിൽ നിന്ന് അസ്വാഭാവികമായ ഒരു വെളിച്ചം മുകളിലേക്ക് ഉയരുന്നതായി കണ്ടു. പെട്ടെന്ന് കപ്പലിന്റെ ദിശാസൂചികളിൽ നിയന്ത്രണം വിട്ടിട്ട് കറങ്ങാൻ തുടങ്ങി. വടക്ക് ദിശ കാണിക്കേണ്ട സൂചി ഭ്രാന്ത് പിടിച്ച പോലെ നാലുപാടും തിരിയുകയായിരുന്നു. അർദ്ധരാത്രിയിലെ ആകാശത്ത് നിന്ന് ഒരു ഭീമൻ അഗ്നിഗോളം സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് പതിക്കുന്നത് കണ്ട കപ്പലിന്റെ നാവികരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് ഒരു ഉൽക്കയായിരുന്നു, അതോ അതിഭൗതികമായ മറ്റെന്തെങ്കിലും ശക്തിയായിരുന്നോ എന്ന് ഇന്നും നിശ്ചയമില്ല. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വിശ്വസനീയമായ രേഖപ്പെടുത്തലായിട്ട് ഈ കൊളംബസിന്റെ ഈ കുറിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ബർമുഡ ട്രയാങ്കിളിന്റെ ഭൂപ്രകൃതി അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. സമുദ്രത്തിനടിയിലെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തങ്ങളിൽ ഒന്നായ പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഏകദേശം 2000 അടിയിലധികം ആഴമുള്ള ഈ ഭാഗത്ത് ഒരു കപ്പൽ മുങ്ങിയാൽ അത് കണ്ടെത്തുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഈ പ്രദേശത്ത് ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞ ഒരു അതിശക്തമായ നദിയെ പോലെ കടലിനടിയിലൂടെ ഒഴുകുന്നുമുണ്ട്. വളരെ വേഗത്തിൽ ഒഴുകുന്ന ഈ ഒരു നീരൊഴുക്ക് ഏതൊരു അവശിഷ്ടത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ മൈലുകൾക്ക് അപ്പുറമുള്ള ദൂരത്തേക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ഒരു തെളിവും നമുക്ക് ലഭിക്കാത്തത്. പിന്നെ നോക്കുകയാണെങ്കിൽ ബർമുഡ ട്രയാങ്കിളിൻ്റെ മറ്റൊരു ഭാഗം സാർഗാസോ കടൽ എന്നാണ് അറിയപ്പെടുന്നത്. കരകളില്ലാത്ത ഏക കടലാണിത്. ഇവിടെ വെള്ളം ശാന്തമായിട്ടാണ് ഒഴുകുക. പക്ഷേ സമുദ്രോപരിതലത്തിലെ വലിയ അളവിൽ കടൽപ്പായലുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പഴയകാല കപ്പലുകൾ ഈ പായലുകളിലൊക്കെ കുടുങ്ങിയിട്ട് മാസങ്ങളോളം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടി വരുമായിരുന്നു. ഈ ഭക്ഷണവും വെള്ളവും തുടർന്ന് കഴിയുകയും തുടർന്ന് നാവികർ മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ചകൾ അക്കാലത്ത് സർവ്വസാധാരണമായിട്ട് കണ്ടിരുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ കടൽ എന്നും ഈ പ്രദേശത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊളംബസിന് ശേഷം നൂറ്റാണ്ടുകൾ കടന്നുപോയി. വർഷം 1918 ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം. മാർച്ച് മാസത്തിലെ ഒരു പുലരിയിലെ അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ കപ്പലായ USS സൈക്ലോപ്പ് ബ്രസീലിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് തിരിച്ചു. 306 യാത്രക്കാരും ടൺ കണക്കിന് മാഗ്നീസുമായിരുന്നു ആ കപ്പലിലുണ്ടായിരുന്നത്. 542 അടി നീളമുള്ള ആ ഭീമൻ കപ്പലിനെ തകർക്കാൻ അക്കാലത്ത് ഒരു ശത്രുവിനും കഴിയുമായിരുന്നില്ല. എന്നാൽ ബർമുഡ ട്രയാങ്കിളിന്റെ അതിർത്തിക്കുള്ളിൽ കടന്നതോടെ സൈക്ലോപ്ലസ് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായി. അതിൽ നിന്ന് ഒരു അടിയന്തര സന്ദേശം പോലും പിന്നീട് ലഭിച്ചിട്ടില്ല. ലോകം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും
ഒരു മരക്കഷ്ണം പോലും, അതിൻ്റെ ഒരു കുറ്റിയോ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന എണ്ണപ്പാടോ ഒന്നും കണ്ടെത്താനായിട്ടില്ല. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢമായി ഇത് ഇന്നും അവശേഷിക്കുകയാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ദൈവത്തിനും കടലിനും മാത്രമേ അറിയാവൂ ആ കപ്പലിന് എന്ത് സംഭവിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. ഇനി നമുക്ക് 1921 വരാം. 1921 ജനുവരിയിൽ നോർത്ത് കരോലിനയിൽ കടൽ തീരത്ത് ഒരു കപ്പലടിഞ്ഞു. അത് 5 പായ്മരങ്ങളുള്ള കരോൾ എ ഡീറിംഗ് എന്ന കപ്പലായിരുന്നു. കപ്പൽ പരിശോധിച്ച ഉദ്യോഗസ്ഥരെ ഞെട്ടിപ്പോയി. അതിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. കപ്പലിന് യാതൊരു കേടുപാടുകളും പറ്റിയിരുന്നില്ല. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്, മേശപ്പുറത്ത് വിളമ്പിയിരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർ മാത്രം കപ്പലിനകത്തില്ല. അവരുടെ വസ്ത്രങ്ങളും സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. കപ്പലിലെ ലൈഫ് ബോട്ടുകളും കാണാനില്ലായിരുന്നു. എന്തിനെ ഭയന്നാണ് അവർ കപ്പൽ ഉപേക്ഷിച്ചത്? അവർ എങ്ങോട്ടാണ് പോയത്? ആ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ലാതെ അവശേഷിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 1945 വരാം. 1945 ഡിസംബർ 5, രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച സമയം. അമേരിക്കൻ നേവിയുടെ 5 TBM അവഞ്ചർ ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ നിന്ന് പരിശീലനം പറക്കലിനായിട്ട് പുറപ്പെട്ടു. 14 പരിചയസമ്പന്നരായ വൈമാനികരായിരുന്നു അതിലുണ്ടായിരുന്നത്. പറക്കലിൻ്റെ പകുതിയിൽ വെച്ച് ലഫ്റ്റനന്റ് ചാൾസ് ട്രെയിലറുടെ സന്ദേശം കൺട്രോൾ റൂമിലെത്തി. ഞങ്ങൾക്ക് ദിശ തെറ്റിയിരിക്കുന്നു, കോമ്പസുകൾ പ്രവർത്തിക്കുന്നില്ല. കടൽ പോലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാണപ്പെടുന്നത്. വെള്ള നിറത്തിൽ തിളങ്ങുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആ 5 വിമാനങ്ങളും റഡാറുകളിൽ നിന്ന് മാഞ്ഞുപോയി. അവരേനെ തിരഞ്ഞിട്ട് പോയ മറ്റൊരു ഭീമൻ രക്ഷാവിമാനം ആകാശത്ത് വെച്ച് തന്നെ കാണാണ്ടായി. 27 മനുഷ്യരും 6 വിമാനങ്ങളും ആ ഒറ്റ പകലിലെ അപ്രത്യക്ഷമായി. അവ ചൊവ്വയിലേക്ക് പറന്നുപോയതുപോലെ തോന്നുന്നു എന്നാണ് അന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 1948 1949 2 യാത്രാ വിമാനങ്ങൾ കൂടി ഈ മേഖലയിൽ വെച്ചിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട്. സ്റ്റാർ ടൈഗർ, സ്റ്റാർ ഏരിയൽ എന്നിവയായിരുന്നു ആ വിമാനങ്ങൾ. രണ്ടും അക്കാലത്ത് അത്യാധുനിക വിമാനങ്ങളായിരുന്നു. ആകാശത്ത് വെച്ച് ഒരു സന്ദേശവും നൽകാതെ അവ മാഞ്ഞുപോയി. ഈ ഒരു അപകടങ്ങൾക്ക് പിന്നിലെ യാതൊരു ശാസ്ത്രീയ വിശദീകരണവും നൽകാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഏറ്റവും ജനപ്രിയമായ വിശ്വാസങ്ങളിലൊന്നാണ് പുരാതന നഗരമായ അറ്റ്ലാന്റിസ് ഈ കടലിനടിയിലുണ്ട് എന്നതാണ്. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ തൻ്റെ വിവരണങ്ങളിൽ സൂചിപ്പിച്ച അതിവികസിതമായ ഈ നഗരം കടലിൽ താഴ്ന്നു പോയതായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രശസ്ത പ്രവചനക്കാരനായ എഡ്ഗർ ഗേസ് 1968 ഈ മേഖലയിൽ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തുമെന്ന് പ്രവചിച്ചിരുന്നു. അതിനു പിന്നാലെ ബിമിനി റോഡ് എന്നറിയപ്പെടുന്ന കടലിനടിയിലെ ചില ശിലാഘടനകൾ കണ്ടെത്തുകയും ചെയ്തു. അറ്റ്ലാന്റിസിലെ ജനങ്ങൾ ഊർജത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഫയർ ക്രിസ്റ്റലുകൾ ഇന്നും കടലിനടിയിൽ സജീവമാണെന്നും അവയിൽ നിന്നുള്ള ശക്തമായ കാന്തിക തരംഗങ്ങളാണ് കപ്പലുകളെയും വിമാനങ്ങളെയും ആകർഷിച്ച് നശിപ്പിക്കുന്നതെന്നും പലരും അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. ബർമുഡ ട്രയാങ്കിളിലെ തിരോധനങ്ങൾക്ക് പിന്നിൽ അന്യഗ്രഹ ജീവികളാണെന്ന വാദവും 1950 മുതൽ സജീവമാണ്. ആകാശത്ത് വെച്ച് ചില പ്രകാശങ്ങൾ കണ്ടതായും വിമാനങ്ങൾ റഡാറുകളിൽ നിന്ന് ഒരടയാളവുമില്ലാതെ മാഞ്ഞുപോയതായും പറയുന്ന റിപ്പോർട്ടുകൾ ഈ വിശ്വാസത്തിന് കരുത്തു പകരുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു താവളം ഈ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുണ്ടെന്നും അവർ മനുഷ്യരുടെയും അവരുടെ സാങ്കേതിക വിദ്യകളെയും പരീക്ഷണങ്ങൾക്കായിട്ട് തട്ടിക്കൊണ്ടു പോവുകയാണെന്നും UFO നിരീക്ഷകരും വാദിക്കുന്നുണ്ട്. ലോകത്തിലേക്കുള്ള ഒരു വാതിലായിട്ടാണ് കാണുന്നത്. ബർമുഡ ട്രയാങ്കിളിൽ അകപ്പെടുന്നവർ മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന രസകരമായൊരു സിദ്ധാന്തമാണിത്. പൈലറ്റായ ബ്രൂസ് ഗെർണൻ പങ്കുവച്ച അനുഭവം ഇതിന് തെളിവായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് 1970 ഈ മേഖലയിലൂടെ പറക്കുമ്പോൾ താനൊരു ഇലക്ട്രോണിക് മൂടൽമഞ്ഞിൽ അകപ്പെട്ടുവെന്നും 45 മിനിറ്റിനുള്ളിൽ 250 മൈലുകൾ പിന്നിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്.
സാധാരണഗതിയിൽ ഇതിന് 75 മിനിറ്റിലധികം സമയം വേണം. സമയത്തിൻ്റെ നിയമങ്ങൾ അവിടെ മാറുന്നുവെന്നും വിമാനങ്ങൾ മറ്റൊരു കാലത്തേക്ക് തെറിച്ചു പോകുന്നുവെന്നുമാണ് ഇതിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാദം. മതപരമായ പശ്ചാത്തലത്തിലും ഇതിനെ പലരും നോക്കിക്കാണുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസങ്ങളിൽ പറയുന്ന ഇബ്ലീസിൻ്റെ സിംഹാസനം കടലിന് മുകളിലാണെന്ന പരാമർശം ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ദജ്ജാലിനെ ഒളിപ്പിച്ചിരിക്കുന്ന ദ്വീപ് ഇവിടെയാണെന്നും ചിലർ കരുതുന്നുണ്ട്. നരകത്തിലേക്കുള്ള കവാടം ഈ കടലിൻ്റെ ആഴങ്ങളിലാണെന്ന ക്രൈസ്തവ മിത്തുകളും നാവികർക്കിടയിൽ ഭീതി പരത്തുന്നുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് കണ്ട വെളിച്ചം അതുമുതൽ ഇന്നും പല നാവികരും ബർമുഡ ട്രയാങ്കിളിൽ വിചിത്രമായ വെളിച്ചങ്ങൾ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവ ഗോസ്റ്റ് ലൈറ്റുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. കടൽ വെള്ളം പാൽ നിറത്തിൽ തിളങ്ങുന്നതും ആകാശത്ത് പ്രകാശവലയങ്ങൾ രൂപപ്പെടുന്നതും ഈ പ്രദേശത്തെ അവിശ്വസനീയമായി ഒരിടമാക്കി മാറ്റുന്നുണ്ട്. മിത്തുകളും കഥകളും ഭാവനകളെ തൃപ്തിപ്പെടുത്തുമ്പോൾ ശാസ്ത്രം വസ്തുതകളിലാണ് വിശ്വസിക്കുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഉറഞ്ഞുകിടക്കുന്ന വലിയ തോതിലുള്ള മീഥേൽ ഹൈഡ്രേറ്റ് നിക്ഷേപങ്ങളാണ് തിരോധാനങ്ങൾക്ക് പിന്നിലെന്ന പ്രധാന കാരണങ്ങളിലെന്ന് ചില ശാസ്ത്രജ്ഞന്മാരെ കരുതുന്നുണ്ട്. ഈ വാതകം പെട്ടെന്ന് വൻതോതിൽ പുറന്തള്ളപ്പെടുമ്പോൾ, അതായത് കടൽ വെള്ളം പതഞ്ഞു പൊങ്ങുകയും അതിൻ്റെ സാന്ദ്രത ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. വെള്ളത്തിന് കപ്പലുകളെ താങ്ങി നിർത്താനുള്ള ശേഷി ഇല്ലാതാകുന്നതോടെ സെക്കൻഡുകൾക്കുള്ളിൽ അവ താഴേക്ക് മുങ്ങിപ്പോകുന്നു. കപ്പലിലെ ജീവനക്കാർക്ക് ഒരു സന്ദേശം പോലും അയക്കാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് ഇതിലെ പ്രധാനമായ അപകടം. ബർമുഡ ട്രയാങ്കിളിൽ മാഗ്നറ്റിക് നോർത്തും ട്രൂ നോർത്തും ഒന്നായി വരുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇതിനെ അഗോണിക് ലൈൻ എന്നാണ് വിളിക്കുന്നത്. ഈ മേഖലയിലൂടെ പോകുമ്പോൾ കോമ്പസുകൾ തെറ്റായ ദിശ കാണിക്കാൻ സാധ്യതയുണ്ട്. പൈലറ്റുമാർക്കും നാവികർക്കും തങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇത് നയിക്കുന്നു. ഫ്ലൈറ്റ് 90 പൈലറ്റ് ചാൾസ് ട്രെയിലർക്കും സംഭവിച്ചതും ഇതാണെന്നാണ് കരുതപ്പെടുന്നത്. സമുദ്രത്തിന് അടിയിലൂടെ ഒഴുകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ അതിശക്തമായൊരു നീരൊഴുക്കാണ് ഈ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. ഈ മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് ആരംഭിച്ച് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഈ ഒരു ജലധാര ഇത് ബർമുഡ ട്രയാങ്കിളിലൂടെയാണ് കടന്നു പോകുന്നത്. അപകടത്തിൽപ്പെടുന്ന കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റാൻ ഈ ഒരു നീരൊഴുക്കിന് സാധിക്കും. അതുകൊണ്ടാണ് തിരച്ചിൽ നടത്തുമ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റെവിടെ നിന്നെങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്ന്. അതും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ബർമുഡ ട്രയാങ്കിളിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഭീമാകാരമായ തിരമാലകളാണ് റോക്ക് വേവ്സ് എന്ന് പറയുന്ന സംഭവം. ഇത് 100 അടിയിലധികം ഉയരമുള്ള ഈ തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വലിയ കപ്പലിനെയും നിമിഷങ്ങൾക്കകം തകർത്തെറിയാനുള്ള ശേഷി അതിനുണ്ട്. ഈ മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കടൽ ചുഴികളും ഇത്തരം തിരമാലകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച ശാസ്ത്രജ്ഞരെ ബർമുഡ ട്രയാങ്കിളിന് മുകളിലെ വിചിത്രമായ ഷഡ്ഭുജാകൃതിയിലുള്ള മേഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേഘങ്ങൾ എയർ ബോംബുകൾ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഒരു അനുമാനം. അതായത് മണിക്കൂറിൽ 170 മൈൽ വേഗതയുള്ള അതിശക്തമായ വായുപ്രവാഹം ഇവയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നുണ്ട്. ഈ വായുപ്രവാഹത്തിൽ അകപ്പെടുന്ന വിമാനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലിലേക്ക് വീഴുകയും വലിയ കപ്പലുകൾ പോലും തലകീഴായി മറിയുകയും ചെയ്യുന്നു. ബർമുഡ ട്രയാങ്കിളിൻ്റെ താഴെയുള്ള സമുദ്രത്തിൻ്റെ ആഴം അതിശയിപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഗർത്തമായ പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് ഈ മേഖലയുടെ അതിർത്തിയിലാണ്. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം ഒരു 28,000 അടിയോളം വരും, അതായത് 28,000 അടിയോളം. ഈ ഗർത്തങ്ങളിലേക്ക് വീഴുന്ന വസ്തുക്കൾ അത് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. കൂടാതെ സമുദ്രത്തിന് അടിയിലുള്ള ഗുഹകളും പവിഴപ്പുറ്റുകളും കപ്പലുകൾക്ക് ഒരു വലിയ ഭീഷണിയാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.